നമസ്കാരം. വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിലാണുള്ളത്. ഞങ്ങൾ ഇന്ന് കേരളത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. കൊൽക്കത്ത നഗരത്തിലെ സാന്ത്രഗാച്ചി റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ വ്യാഴാഴ്ചയും ഉച്ചതിരിഞ്ഞ് 2:55 മംഗലാപുരത്തേക്ക് പോകുന്ന വിവേക് എക്സ്പ്രസിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഞങ്ങളിപ്പോ സിയാൽദ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ്. ഇതാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ റെയിൽവേ സ്റ്റേഷൻ. ഇനിയിപ്പോ ഇവിടുന്ന് നമുക്ക് ബസ് മാർഗം ഹൗഡയിലേക്ക് പോവാം. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ ദൂരമുണ്ട്. റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് പുറത്ത് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഇഷ്ടംപോലെ ബസ് ഇവിടുന്ന് ഹൗഡയിലേക്ക് സർവീസ് ഉണ്ട്. പിന്നെ രാവിലെ തന്നെ നല്ല തിരക്കാണ് ഇവിടെ. യെല്ലോ അംബാസിഡർ ഈ ബസ് ഹൗഡയിലേക്കാണ്. പക്ഷെ ഞങ്ങൾ ഇതിൽ കയറുന്നില്ല, ഇതിൽ ഫുള്ളാണ്. അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു ബസ്സിൽ കയറാം. ഇനിയിപ്പോൾ ഇതിലോട്ട് കയറാം. അങ്ങനെ ബസ്സിൽ യാത്ര തുടങ്ങി. ഒരു 20 മിനിറ്റ് കൊണ്ട് എന്തായാലും എത്തും. ബ്ലോക്കാണ് ഇവിടെ. തൊട്ട് മുന്നിലൂടെ ട്രാം പോകുന്ന വഴിയാണ്. നിലവിൽ ഈ ഭാഗത്തേക്ക് ഇപ്പം ട്രാം ഇല്ല എന്നാണ് തോന്നുന്നത്. കുറച്ച് ഭാഗങ്ങളിലൂടെ ട്രാം ഇപ്പോൾ ഓടുന്നുള്ളൂ. ഈ മുന്നിൽ പോകുന്ന ബസ്സും ഹൗഡയിലേക്ക് തന്നെയാണ്. സിയാൽദ ഹൗഡ. ആ ട്രാം പോകുന്ന ആ ഒരു വഴി കറക്റ്റായിട്ട് കാണുന്നില്ലേ? ആ ട്രാം കൂടെ വേണമായിരുന്നു ഇതിലൂടെ. നിരയായി ബസ്സുകൾ. STC നിര ബസ്സിനൊന്നും ഒരു ക്ഷാമവും ഇല്ല ഇവിടെ. ഓ, ഒരു കിടിലൻ വണ്ടി. പൊട്ടി പൊളിഞ്ഞ വണ്ടിയാണല്ലോ. ഇനി ഒരു 3 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരം ഉണ്ടാവും ഹൗഡയിലേക്ക്. ഇതിലൂടെ ബസ്സിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഇവിടെയുള്ള കെട്ടിടങ്ങളൊക്കെ ഇല്ലേ, അതായത് ഈ ബിൽഡിങ്ങൊക്കെ വളരെയധികം പഴക്കമുള്ളതാണ്. എത്രയോ വർഷങ്ങളുടെ പഴക്കമുണ്ട്. കണ്ടില്ലേ? ഇതാ പുതുതായി നിർമ്മിച്ച ഒരു കെട്ടിടങ്ങളും എവിടെയും കാണാനായിട്ട് സാധിക്കുന്നില്ല. അതിൻ്റെ ഇടയിലൂടെ ഇതാ യെല്ലോ ടാക്സിയൊക്കെ കടന്നു പോകുന്നുണ്ട്. കൊൽക്കത്തയിൽ നിന്ന് നമ്മളിതാ ഹൗഡയിലേക്ക് പ്രവേശിക്കുകയാണ്. രവീന്ദ്ര സേതു, അതായത് ഹൗറ പാലം. ഈ ഹൗറ പാലം വഴി നമുക്ക് സഞ്ചരിക്കാം. നമുക്ക് ബസ് ഇറങ്ങിയ ശേഷം എന്തായാലും പാലത്തിൻ്റെ ഭാഗത്തോട്ട് വരാം. ഉരുക്ക് കൊണ്ടാണ് ഈ ഒരു പാലം നിർമ്മിച്ചത്. ഒരുപാട് വർഷമായി ഹൗറ പാലത്തിലൂടെ ബസ്സിൽ യാത്ര ചെയ്തിട്ട്. ഇവിടുന്ന് നോക്കിയാൽ തന്നെ അവിടെയായിട്ട് ഹൗഡ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് കാണാം. അങ്ങനെ നമ്മളിതാ ഹൗഡയിൽ എത്തിയിരിക്കുകയാണ്. അവിടെ തന്നെയാണ് ബസ് സ്റ്റാൻഡ്. സിയാൽദയിൽ നിന്ന് ഹൗഡയിലേക്ക് ഒരാൾക്ക് ബസ്സിനായ ടിക്കറ്റ് ചാർജ് 15 രൂപയാണ്. ഇവിടെയൊക്കെ മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞ ബസ്സുകളാണ്. ആഹാ, എന്താ അടിപൊളി ബസ്! എല്ലാം നല്ല അടിപൊളി ബസ്സുകളാണല്ലോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ പാലത്തിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് ജസ്റ്റ് പോയിട്ട് വരാം. പാലത്തിൻ്റെ നല്ലൊരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കും. ഉരുക്കാണ് ഈ മുഴുവനായും കാണുന്നത്. ആൾക്കാരൊക്കെ ചാക്കും കെട്ടൊക്കെ എടുത്ത് പോകുന്നത് കാണുന്നില്ലേ? അതുപോലെ തന്നെ തൊട്ടിതിലൂടെ ഒഴുകുന്ന നദിയാണ് ഹൂഗ്ലി. അങ്ങ് അവിടെയായിട്ട് ഫെറി സർവീസൊക്കെ നമുക്ക് കാണാം. ഈ ഭാഗത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനും. വണ്ടികളൊക്കെ പോകുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ? നല്ല ട്രാഫിക് തന്നെയാണ്. ബസ്സും യെല്ലോ അംബാസിഡർ നമ്മുടെ കാറിൽ ഇതാ ഇത് വരുന്നത്. ഇതിന് പ്രത്യേകം തന്നെ ഒരു എടുപ്പാണ്. ഇന്ത്യയിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ റെയിൽവേ സ്റ്റേഷനാണ് ഹൗഡ.
ഇവിടെ ആകെ 23 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. നമ്മൾ നേരത്തെ കണ്ട സിയാൽദയിൽ 21 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഇനി സാന്ത്രഗാച്ചിയിലേക്ക് നമുക്ക് ഇവിടുന്ന് ലോക്കൽ ട്രെയിനിൽ പോവാം. അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഇതിൻ്റെ അകത്താണ്. സാന്ത്രഗാച്ചിയിലേക്ക് 8 കിലോമീറ്ററാണ് ഉള്ളത്. ലോക്കൽ ട്രെയിൻ ഒരാൾക്ക് 5 രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നത്. ഇനിയിപ്പം ഉച്ചയ്ക്ക് ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കൂടെ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതാ ഇവിടുത്തെ ഒരു 360 വ്യൂ ഇങ്ങനെയാണ്. അടിപൊളിയല്ലേ സ്റ്റേഷൻ. വെജ് താലിയാണ് പറഞ്ഞത്. റൈസ് ഉണ്ട്, ഗുലാബ് ജാമുൻ ഉണ്ട്, ഇവിടെ ഇതാ പരിപ്പ് കറി, ദാലുണ്ട്, പിന്നെ 2 വെജ് കറി ഉണ്ട്. ഇത് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കറിയാണ്. പിന്നെ ഇവിടെ തൈരുമുണ്ട്. പിന്നെ ഇവിടത്തേക്ക് വരുവാണെങ്കിൽ നവീൻ പറഞ്ഞത് ഇഡ്ഡലിയാണ്. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു തൈരും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് 18 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുകയാണ്. ഖടഗ്പൂരിലേക്ക് പോകുന്ന ലോക്കൽ. ഇനിയിപ്പോൾ ഇതിന് കയറി നേരെ സാന്ത്രഗാച്ചിയിൽ പോയി ഇറങ്ങാം. അത് പുറപ്പെടാൻ ഇനി 2 മിനിറ്റ് കൂടെ ഉള്ളൂ. അങ്ങനെ ഹൗഡ സ്റ്റേഷൻ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. 3 സ്റ്റേഷനുകൾ കഴിയാനുണ്ട് സാന്ത്രഗാച്ചി എത്താൻ. ട്രെയിൻ ഇതാ സാന്ത്രഗാച്ചി സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്നാണ് നമുക്കിനി നമ്മുടെ പ്രധാന ട്രെയിൻ കയറാനുള്ളത്. സാന്ത്രഗാച്ചി റെയിൽവേ സ്റ്റേഷൻ്റെ 6 നമ്പർ പ്ലാറ്റ്ഫോമുള്ള ആ ഭാഗത്തെ പുറത്തെ ഒരു കാഴ്ച ഇതാണ്. ഇവിടെ ഇപ്പോൾ നിലവിൽ റെനോവേഷനാണ്. സ്റ്റേഷൻ്റെ ഭാഗം ഇങ്ങനെയാണ്. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല, കാമാണ്. ഹൗഡയിലും സിയാൽദയിലും കണ്ട പോലെയല്ല. ഇനിയിപ്പോൾ ഇവിടെ നേരെ 1 നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തോട്ട് തന്നെ പോവാം. തിരക്കൊന്നും തന്നെ ഇല്ല. ഞങ്ങളിനിപ്പോൾ നേരെ 1 നമ്പർ പ്ലാറ്റ്ഫോമുള്ള ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെ ഇപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല, കാരണം റിനോവേഷൻ ആയതുകൊണ്ടാണ്. കുറച്ച് വർഷം എടുക്കും ഇവിടെ നല്ലൊരു സ്റ്റേഷനായി വരാൻ. 1 നമ്പർ പ്ലാറ്റ്ഫോമുള്ള ഭാഗത്തെ പുറത്തെ കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ട്. പിന്നെ അവിടെ നിന്നൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇവിടുന്ന് കാണുന്നൊരു കാഴ്ച ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് ഒരു സൗകര്യം ഇല്ലാന്ന് തന്നെ പറയാം ഈ സാന്ത്രഗാച്ചിയിൽ. പിന്നെ ഇവിടെ ഒരു പഴയൊരു ലോക്കോ കാണാം. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ ഒരു ആസ്ഥ ഫുഡ് എക്സ്പ്രസ്, ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് ഇതാ ഈ ഭാഗത്ത്. കൊൽക്കത്തയിൽ പ്രധാനമായി 4 റെയിൽവേ സ്റ്റേഷനാണ് ഉള്ളത്. നമ്മൾ ആദ്യം കണ്ടല്ലോ സിയാൽദയും ഹൗഡയും. അത് ഇന്ത്യയിലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ 1ാമത്തെയും 2ാമത്തെ റെയിൽവേ സ്റ്റേഷനാണ്. പിന്നെ 3ാമത് വരുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന സാന്ത്രഗാച്ചി. മറ്റൊന്ന് വരുന്നത് ഷാലിമാറാണ്. ഈ ഒരു യാത്ര ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇവിടുന്ന് 4 കിലോമീറ്റർ ദൂരമുണ്ട് ഷാലിമാറിലേക്ക്. നമ്മൾ കോറമാൻ്റെ എക്സ്പ്രസ്സിലൊക്കെ യാത്ര ചെയ്ത് അങ്ങോട്ട് പോയിട്ടായിരുന്നു, വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. കാരണം ഒരു ഡെഡ് എൻഡ് ആണ് അവിടെ, ടെർമിനസ് ആണ്. ആകെ 3 പ്ലാറ്റ്ഫോംസ് മാത്രമേ അവിടെ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് നിന്നും നാഗർകോവിൽ ഗുരുദേവൊക്കെ വരുന്നത് അങ്ങോട്ടേക്കാണ്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൗഡയിലൊക്കെ പോകാൻ വണ്ടിയൊക്കെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ സാന്ത്രഗാച്ചി നമ്മൾ നേരത്തെ ചാർജൊക്കെ ചെയ്യുന്ന സമയത്ത് പറഞ്ഞല്ലോ നല്ലൊരു വെയിറ്റിംഗ് ഹാളൊന്നും ഇല്ലാന്ന്. പുറത്തുണ്ട്, പക്ഷെ നമുക്ക് നല്ലൊരു കംഫർട്ടബിൾ ഒന്നും തോന്നുന്നില്ല. പുറത്ത് തന്നെ നമ്മൾ ഹോട്ടലായാലും റെസ്റ്റോറൻറ്റ് നല്ല സൗകര്യം ഒന്നും തന്നെ ഇല്ലാത്ത ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഇത്. സിയാൽദയും ഹൗഡയൊക്കെ എന്ന് പറഞ്ഞാൽ ടോപ്പ് റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ ടോട്ടലി 6 പ്ലാറ്റ്ഫോംസാണ് ഉള്ളത്. സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് SRC എന്നാണ്. അതുപോലെ തന്നെ ഇത് ജംഗ്ഷൻ ആവാൻ കാരണം നമ്മളിപ്പോൾ പോകുന്ന ഹൗഡ റൂട്ട്, പിന്നെ പോകുന്ന ഖടഗ്പൂർ റൂട്ട്, പിന്നെ അംത എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് പോകുന്ന റൂട്ട്. ഇവിടുന്നാണ് ഷാലിമാറിലേക്ക് പോകുന്ന മറ്റൊരു റൂട്ട് കൂടി ഉള്ളത്. സൗത്ത് ഈസ്റ്റേൺ റെയിൽവേൻ്റെ കീഴിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. 1:16 അങ്ങ് അവിടെയൊക്കെ ഓരോരോ വണ്ടികൾ നിർത്തിയിട്ടത് കണ്ട അത് ഹൗറേന്ന് പോകേണ്ട വണ്ടികളാണ്. സമയമാകുമ്പോൾ ഇവിടുന്ന് ഷണ്ടിങ് ചെയ്ത് കൊണ്ടുപോയിക്കോളും. അങ്ങ് അവിടെ കാണുന്ന വണ്ടിയില്ലേ, അത് ഹൗഡ തിരുച്ചിറപ്പള്ളി എക്സ്പ്രസ് ആണ്. ഇതാ ഈ വണ്ടി. ഇവിടെ സ്റ്റോപ്പില്ലാത്ത ട്രെയിൻ. സമയം 2:15. ഇതാണ് നമുക്ക് പോകാനുള്ള മംഗലാപുരം വിവേക് എക്സ്പ്രസ്. ഷണ്ടിങ് ചെയ്ത് അങ്ങ് വരികയാണിത്. അങ്ങോട്ട് പോയിട്ടുണ്ട്.
പിന്നെ അവിടുന്ന് പോയിട്ട് റിവേഴ്സ് ചെയ്ത് വരും. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് വണ്ടി വരുന്നത് പറഞ്ഞത്. ഇതാ വണ്ടി വന്നത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ്. അപ്പോൾ ഇപ്പോൾ പ്ലാറ്റ്ഫോം മാറ്റും മിക്കവാറും. എല്ലാവരും ഇവിടെയാണുള്ളത്. അതെന്താ അങ്ങനെ വന്നത്? 2:55 പുറപ്പെടേണ്ട ട്രെയിനാണ്. ഇപ്പോൾ ഇതാ 3:15 കഴിഞ്ഞു. ഇപ്പോഴാണ് പ്ലാറ്റ്ഫോമിലോട്ട് വരുന്നത്. ട്രെയിൻ നമ്പർ 22-851 മംഗളൂരു വിവേക് എക്സ്പ്രസ്. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിലുള്ള ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ട്രെയിൻ എന്തായാലും നല്ലോണം ഡിലേ ആവും. 1 മണിക്കൂറിനടുത്ത് എന്തായാലും ഡിലേ ആവും. ഈ ആൾക്കാരെല്ലാം അൺറിസർവ്ഡിലേക്ക് പോകുന്നവരാണ്. ഒരു കൂട്ടം ആൾക്കാർ അത്ര ഉണ്ട്. അത് തുറന്നിട്ടൊന്നുമില്ല. ഇവിടെ സ്ലീപ്പർ ക്ലാസിന്റെ ഒരു തിരക്കും കാണാം. ഞങ്ങളെടുത്തത് ഇതിന്റെ 3rd AC ആണ്. ഈ തിരക്കൊന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. 3rd ACയിൽ B4 ആണ്. അങ്ങ് അവിടെയാണ്. കോച്ചുകളൊന്നും തുറന്നിട്ടില്ല. ഇതിനാകെ 2 അൺറിസർവ്ഡ് കോച്ചുകളാണ് ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ സ്ലീപ്പറിലോട്ട് വരുവാണെങ്കിൽ 7 സ്ലീപ്പർ, 8 3rd AC, 2 2nd AC അങ്ങനെയാണ്. ഇതാണ് സ്റ്റേഷനിലേക്ക് ഇപ്പോഴത്തെ കാഴ്ച. ഇനി നമ്മുടെ കോച്ചായ B4ലേക്ക് കയറാം. ദുരന്തോ എക്സ്പ്രസിന്റെ ലിവറി ഉള്ള ഈ കോച്ചാണ് നമുക്ക് കിട്ടിയത്. 2010 മെയ്ഡ് കോച്ചാണിത്. 35-38 ബർത്ത് നമ്പർ. 2 അപ്പർ ബർത്ത്. 35-38 2 അപ്പർ ബർത്താണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അലമ്പ് കോച്ച് എന്ന് തന്നെ പറയാം. വളരെ പഴയ 2010 ഓൾറെഡി പറഞ്ഞല്ലോ. അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ തൊട്ടടുത്ത കോച്ചാണെങ്കിൽ 2024 മേടിനാണ്. എന്താണെന്ന് അറിയില്ല, നമുക്ക് കിട്ടിയ ഒരു കോച്ച്. അതുപോലെ തന്നെ ഇതിനകത്തോട്ട് കയറാൻ പോലും പറ്റുന്നില്ല. ഭയങ്കര തിരക്കാണ്ടത്. ഇനിയിപ്പോൾ കയറി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് നമ്മുടെ ബാഗ് ഒന്ന് കിട്ടി വെക്കണമല്ലോ. ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസിന് പോയപ്പോൾ ഞങ്ങൾ ഇതേപോലെ കെട്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു ചെറിയൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. പെട്ടെന്നൊന്നും ഒരുത്തന് ഈ ബാഗൊന്നും എടുത്ത് അങ്ങനെ പോകാൻ പറ്റൂലല്ലോ. ഈ ട്രെയിനിൽ 2 മാസം മുന്നെയാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. മംഗലാപുരം വരെ തന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അവൈലബിൾ ഒരു 100 ബർത്തുകൾ ഉണ്ടായിരുന്നു. അപ്പം തന്നെ ബുക്ക് ചെയ്തു. 2270 രൂപയാണ് ഒരാൾക്ക് 3rd ACയിൽ വന്ന ടിക്കറ്റ് ചാർജ്. സമയം 3:45 50 മിനിറ്റോളം വണ്ടി ഡിലേ ആണ്. സാന്ത്രകാച്ചി ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പിന് ഗഡക്പൂർ. സാന്ത്രകാച്ചി ഇലക്ട്രിക് ലോക്കോ ഷെഡാണ് ഇവിടെ തൊട്ട് മുന്നിലായി കാണുന്നത്. ട്രെയിൻ ഇപ്പോൾ 110 km/h സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഖടഗ്പൂരിലേക്ക് ഇനിയും പോകാനുണ്ട്. അഞ്ച് 12 ട്രെയിൻ അങ്ങനെ ഖടഗ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ ട്രെയിന് 5 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഇവിടെ ആകെ 12 പ്ലാറ്റ്ഫോമുകളുണ്ട്. ട്രെയിൻ വന്നത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്.
ഖടഗ്പൂർ റെയിൽവേ സ്റ്റേഷന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ 4ാമത്തെ പ്ലാറ്റ്ഫോം ഉള്ളത് ഇവിടെയാണ്. അതായത് 1072 മീറ്ററാണ് അതിൻ്റെ നീളം വരുന്നത്, ഏകദേശം 1 കിലോമീറ്ററോളം. അതുപോലെ തന്നെ 1, 2, 3 വരുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെയാണ്. ഇതിലേക്കൂടെ പോകുന്ന സമയത്ത് പലതവണ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് വരുന്നത് കർണാടകയിലെ ഹുബ്ബള്ളി, രണ്ടാമത് വരുന്നത് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ, മൂന്നാമത് വരുന്നതാണ് നമ്മുടെ കേരളത്തിലെ കൊല്ലം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് യാത്ര ചെയ്യുന്ന വിവേക എക്സ്പ്രസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2012 ഈ ട്രെയിൻ ആദ്യമായി ഓടിത്തുടങ്ങിയത്. അപ്പോൾ ഓടിത്തുടങ്ങിയതെന്ന് വെച്ചാൽ ആ സമയം അവതരിപ്പിച്ച റെയിൽവേ ബജറ്റിലാണ് ഈ പറയുന്ന ട്രെയിനുകളൊക്കെ പ്രഖ്യാപിച്ചത്. ട്രെയിനുകൾ എന്ന് പറയുന്നത് ഈ ഒരു വിവേക് മാത്രമല്ല, ഇതിന് പുറമെ 3 കൂടി ഉണ്ട്. അങ്ങനെ ടോട്ടലി 4 വിവേക എക്സ്പ്രസ്സാണ് 2012 ഓടിത്തുടങ്ങിയത്. ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊൽക്കത്ത സാന്ത്രഗാച്ചിയിൽ നിന്ന് കർണാടകയിലെ മംഗളൂർ പോകുന്നത്. മറ്റു 3 പറഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്ത ലോങ്ങസ്റ്റ് വണ്ടി, അതാണ് ഇമ്പോർട്ടൻറ്റ് വിവേക്, കന്യാകുമാരിയിൽ നിന്ന് അസമിലെ ദിബ്രുഗഡ് വരെ പോകുന്ന വണ്ടി. 3 വരുന്നത് മുംബൈയിലെ ബാന്ദ്ര ടെർമിനൽസിൽ നിന്ന് ജമ്മുതാവി വരെ പോകുന്നത്. 4 തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ നിന്ന് ഗുജറാത്തിലെ ഓക്ക വരെ പോകുന്ന വണ്ടി. അപ്പം ഇങ്ങനെ 4 ട്രെയിനുകൾ 2012 സമയത്താണ് പ്രഖ്യാപിച്ചത്. കൂടെ തന്നെ ഇതിനൊരു പേരുണ്ടല്ലോ, വിവേക്. ആ വിവേക് എന്ന് പറഞ്ഞ പേര് വന്നത് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ്റെ 150ാം ജന്മദിന ആ ഒരു വാർഷികത്തോടനുബന്ധിച്ചാണ് 2013 ഈ സമയത്ത് എന്താ പറയുക ട്രെയിനൊക്കെ ആ ഒരു പേര് നൽകിയത്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ നമ്മുടെ ഈ കോച്ചിൽ കൂടുതലും നമ്മുടെ നാട്ടിലേക്ക് പണിക്കൊക്കെ വരുന്ന ആൾക്കാരില്ലേ, അവർ തന്നെയാണ് എല്ലാ പുറത്തിലും അല്ലേ. അതുപോലെ തന്നെ ഉണ്ടല്ലോ ടിക്കൊക്കെ പൈസ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ടി പൈസ നോക്കിയിട്ട് കീശയിലേക്കൊക്കെ എടുത്തു വെക്കുന്നത് എന്താ അവസ്ഥ? ടിക്കൊക്കെ വേറെ ഉടായിപ്പാണ്. കാരണം ഒരു രസീതൊന്നും എഴുതി കൊടുക്കുന്നില്ല, പൊതുവെ അങ്ങനെയാണല്ലോ. അതൊന്നുമില്ല, പുള്ളിക്കാരൻ പൈസ എടുത്തിട്ട് നേരെ കീശയിൽ എടുത്തിട്ടാണ്. എന്താ അവസ്ഥ? 5:20 ഖടഗ്പൂരിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഒരു പൊടി പിടിച്ച റെയിൽവേ സ്റ്റേഷനാണിത്. വെസ്റ്റ് ബംഗാളിലെ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പാണിത്. അടുത്തത് ഇനി ഒഡീഷയിലാണ്. ഈ കോച്ചിൽ പില്ലോ ഉണ്ട്, ബെഡ്ഷീറ്റ് ഉണ്ട്, പക്ഷെ എന്തില്ല, കമ്പിളി ഇല്ല. ഞങ്ങൾ നേരെ കോച്ചിലത്തെ അറ്റൻഡറിൻ്റെ അടുത്ത് പോയി. പുള്ളിക്കാരൻ തന്നില്ലെങ്കിൽ നേരെ റെയിൽ മതിൽ കംപ്ലയിൻറ്റ് ചെയ്യാനാണ് പ്ലാൻ ഉണ്ടായത്. പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞു നൈറ്റ് എന്തായാലും തരാമെന്ന്. ഇനിയിപ്പം നൈറ്റ് തന്നില്ലെങ്കിൽ നമുക്ക് എന്തായാലും കംപ്ലയിൻറ്റ് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ ഷുവറായിട്ടും കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഖടഗ്പൂരിൻ്റെ ഒരു കേക്ക് കൂടെ വാങ്ങിച്ചിരിക്കുകയാണ്. 40 രൂപയാണ് കേക്കിനായത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ രാത്രിക്ക് ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട്. IRCTCൻ്റെ ഫുഡ് ഓൺ ട്രാക്ക് വഴിയാണ് ഓർഡർ ചെയ്തത്. കട്ടക്കെന്നാണ് നമുക്ക് ബെർത്തിലത് കൊണ്ടുതരിക. വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ മാറി ട്രെയിൻ ഇപ്പോൾ ഒഡീഷയിലേക്ക് എത്തിയിരിക്കുകയാണ്. ജലേശ്വർ. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. എല്ലാവരും അൺറിസർവ്ഡ് ക്ലാസ്സിലോട്ട് പോവുകയാണ്. ഇത് ഈ കോച്ചിൽ കയറേണ്ടവരാണ്. നേരൊക്കെ നല്ല ഇരുട്ടി. അടുത്ത സ്റ്റോപ്പ് ബലേശ്വർ. ട്രെയിൻ ഇതാ ബലേശ്വർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വന്നത്. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിൻ ഇവിടെ 5 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. നമ്മുടെ ട്രെയിൻ ഉണ്ടല്ലോ 6 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു വന്നത്. വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആന്ധ്ര, തമിഴ്നാട്, കേരളം, ഫൈനലി കർണാടക. 7:10 ബലേശ്വറിന് ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. മുൻപ് ഈ സ്റ്റേഷൻ്റെ പേരുണ്ടായത് ബലാസോർ എന്നാണ്, പിന്നീടാണ് റീനെയിം ചെയ്തത്. 9:40 കഴിഞ്ഞ് കട്ടക്ക് ഇനി എഴുതിയിട്ടില്ല. ഈ ട്രെയിനാണെങ്കിൽ എല്ലായിടത്തും നിർത്തിയിട്ടാണ് പോകുന്നത്. എന്തായാലും ഒരു അരമണിക്കൂർ യാത്ര കൂടി ഉണ്ടാവും എന്തായാലും കട്ടക്കിലേക്ക്. ഇപ്പോൾ ഫുഡ് ബുക്ക് ചെയ്തത് ശരിക്കും ഒരു അബദ്ധം പറ്റിപ്പോലെ. നേരത്തെ വേറെ ഏതെങ്കിലും സ്റ്റേഷനിൽ ബുക്ക് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പം അത് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരു 10:30 ആവും. മഹാനദി കട്ടക്കിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് അതിലൂടെയാണ് റോഡ്. വെള്ളമൊന്നും അധികമായിട്ടില്ല, ആ ഭാഗത്ത് കുറച്ചുണ്ട്. കട്ടക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓൾറെഡി ഒരു ട്രെയിൻ ഉണ്ട്. കട്ടക്കിൽ ഇതാ നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണം ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ഇതാ നമുക്ക് കറക്റ്റ് കിട്ടി. ഇവിടെ 5 മിനിറ്റിൻ്റെ ട്രെയിൻ സ്റ്റോപ്പ്. ഒഡീഷേൻ്റെ ഹൈക്കോടതിയൊക്കെ സ്ഥിതി ചെയ്യുന്നത് കട്ടക്കിലാണ്. അതുപോലെ തന്നെ ഒഡീഷേൻ്റെ ഒരു വാണിജ്യ തലസ്ഥാനം കൂടിയാണ് ഇവിടെ. കറക്റ്റ് ടൈമിൽ തന്നെ ഫുഡും കിട്ടി. ഇതാ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുകയാണ്.
ഫുഡൊക്കെ കറക്റ്റായിട്ട് കിട്ടും. സെറ്റല്ലേ നവി? ഓക്കെ. അതുപോലെ നമുക്ക് ഗുഡ് ട്രെയിനാണ്. അപ്പൊ വിട്ടോ സമയം വൈകി, ഒരുപാട് വൈകി. എല്ലാരും ഉറങ്ങി. ഓൺലൈൻ വഴി ഓർഡർ ചെയ്തത് ഒരു വെജ് ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ റൊട്ടിയും കൂടിയാണ്. 4 റൊട്ടി ഉണ്ട്, അതുപോലെ തന്നെ നല്ല ചൂട് ഫ്രൈഡ് റൈസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ യൂസ് ചെയ്യേണ്ട സ്പൂണും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ട്. ഒരു അച്ചാറും ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ട്. ഇനി യൂസ് ചെയ്യുന്നേയില്ല, ട്രെയിൻ എടുത്താണ്. നല്ല ജെർക്കിങ് ഉണ്ട്, അപ്പോൾ പെട്ടെന്ന് ഇത് കഴിക്കാം. ഭക്ഷണമൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഞങ്ങളിതാ ഇവിടെ വിരിക്കൊക്കെ ചെയ്ത് ഞങ്ങൾ കമ്പിളിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കമ്പിളിയൊക്കെ അങ്ങനെ കിട്ടി. ഇത് നമുക്ക് ചോദിച്ചിട്ട് കിട്ടിയില്ലേ നമുക്കത് കംപ്ലൈൻറ്റ് കൊടുത്ത് വാങ്ങിക്കേണ്ട അവകാശം നമ്മളുണ്ട്. കാരണം ഇതിൻ്റെയും കൂടെ പൈസ കൊടുത്തിട്ടാണല്ലോ ഈ 3 days ഒക്കെ ബുക്ക് ചെയ്തത്. പിന്നെ ഒരു ബെഡ്ഷീറ്റ് ഇവിടെ വിരിച്ചിട്ടുണ്ട്, ഒന്ന് പുതക്കാനുണ്ട്, പിന്നെ ഉണ്ടല്ലോ ഒരു ടവലും കൂടി ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു പില്ലോയും കൂടി ഉണ്ട്. സമയം രാത്രി 10:50. ഒഡീഷയുടെ ക്യാപിറ്റലായ ഭുവനേശ്വറിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. 1.5 മണിക്കൂർ വൈകിട്ടാണ് ട്രെയിൻ ഇവിടെ എത്തിയത്. ഇവിടെ 5 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇനി ട്രെയിൻ വിശാഖപട്ടണം വഴിയാണ് കടന്നു പോവുക. നാളെ വെളുപ്പിന് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തും. അതിനുശേഷം അവിടുന്ന് ലോക്കോ റിവേഴ്സൽ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ B4 കോച്ചിൽ നമുക്ക് 2 പേർക്കും മാത്രമേ കമ്പിളി കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഒരാളും ചോദിച്ചില്ല. ശരിക്കും പറഞ്ഞാല് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കണം. അല്ലെങ്കിൽ അത് തന്നില്ലെങ്കിൽ റെയിൽ മതത്തില് കംപ്ലൈന്റ് ചെയ്യാം. അങ്ങനെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. കാരണം ഇത് നമ്മുടെ അവകാശമാണ്. കാരണം നമ്മൾ ഇത്രയും പൈസയും കൊടുത്തിട്ട് ഈ ഒരു ഹൈ ക്ലാസ്സിൽ യാത്ര ചെയ്തിട്ട് ഇതൊന്നും കിട്ടിയില്ലെങ്കിലല്ല നമുക്ക് തന്നെയല്ലേ അതിന്റെ നഷ്ടം വരുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ചോദിച്ച് വാങ്ങിക്കുക. അപ്പോൾ ഇനിയിപ്പോ നാളെ രാവിലെ മുതലുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 8:15. ട്രെയിൻ ഇപ്പോൾ 1.5 മണിക്കൂർ ഡിലേ ആണ്. ആന്ധ്രാപ്രദേശിലെ രാജമുണ്ട്രി സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന ഈ കോച്ചില് B4 ഒരു തല്ലിപ്പൊളി കോച്ചാണ്. ഇതിലാണെങ്കിൽ വെള്ളവും വരുന്നില്ല. ഓൾറെഡി ടാങ്കിൽ വെള്ളമുണ്ട്, പക്ഷെ ഇതിൽ വലിക്കുന്നില്ല. കണ്ട ആദ്യം ഉണ്ടല്ലോ ഈ ട്രെയിനിൽ വെള്ളമില്ല, വെള്ളം എടുത്ത് നിറക്കുന്ന വിചാരിച്ചു. സംഭവം അതൊന്നല്ല. സംഭവം ഈ പൈപ്പില് ഇലക്ട്രിസിറ്റി എല്ലാ ആൾക്കാരും വന്നിട്ട് നേരാക്കാൻ വേണ്ടി നോക്കും. ഒന്നുമില്ല, വലിക്കുന്നില്ല, ഇവിടെയും വലിക്കുന്നില്ല. അതേപോലെ ഇപ്പോഴത്തെ സൈഡ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോച്ചാണ് ഇതിൽ ഏറ്റവും തല്ലിപ്പൊളി കോച്ച്. ട്രെയിൻ ഇതാ രാജമുണ്ട്രി സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ കഴിക്കേണ്ട ഭക്ഷണം ഇനിയിപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കാം. ഇവിടെയൊക്കെ ഉണ്ട്. 1 നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വന്നത്. ഇവിടെ 2 മിനിറ്റ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ട്. ഇവിടുന്ന് ഭക്ഷണം വാങ്ങിക്കാം. ഒരു ദോശ എടുത്തോ, ഒരു ദോശ ഒരു ഇഡ്ഡലി പൊടി വാങ്ങിക്കാം. ഈ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു റെയിൽ കം റോഡ് ബ്രിഡ്ജ് ഉണ്ട്. അതായത് കൊവ്വൂർ ബ്രിഡ്ജ്, ഗോദാവരി നദിക്ക് കുറുകെയുള്ള ബ്രിഡ്ജാണ്. ഈ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ വണ്ടി എടുത്ത ഉടനെ തന്നെ നമുക്കത് കാണാം. പാല ഇവിടെ മുതലേ തുടങ്ങി. അതായത് റോഡ് കണ്ടതാ മുകളിലൂടെ പോവാണ്. നദിപ്പത്തും ഗോദാവരി തുടങ്ങി. എന്താ വ്യൂ നോക്കിയേ. അങ്ങ് അതിലൂടെ വേറൊരു പാലം കൂടി ഉണ്ട്, പക്ഷെ അത് ക്ലിയർ ആകുന്നില്ല.
മണലുണ്ട്. ഇവിടെ വെള്ളമില്ല, ചെറിയൊരു ദ്വീപ്. പാലം കഴിഞ്ഞു. ഇനിയിപ്പോൾ റോഡ് ഇതുവഴി നേരെ അങ്ങ് പോകുക. റോഡ് നേരെ പോവാണ്. ഞാൻ വാങ്ങിച്ച ദോശ ഇതാ ഇവിടെ ഉണ്ട്. നവി വാങ്ങിച്ച ഇഡ്ഡലി ഇവിടെ ഉണ്ട്. 2 ഇഡ്ഡലിയും 2 വടയാണ് നവിക്കുള്ളത്. പിന്നെ ഇത് 2ഉം ചട്നി തന്നെയാണ്. അതിലേക്ക് കുറച്ച് ചട്നിയൊക്കെ ഇതാ ഒഴിക്കുകയാണ്. എൻ്റെ ഇതിലേക്ക് ഒഴിക്കണം. നല്ല വലിയ ദോശ തന്നെയാണ്. അപ്പം രാവിലെ ഇത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ട്രെയിൻ എല്ലൂരിലെത്തും. 10-50 കിലോമീറ്റർ പോകാനുണ്ട്. ട്രെയിൻ ഇപ്പോൾ എല്ലൂരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റ് ആണ് ട്രെയിൻ സ്റ്റോപ്പ്. അതുപോലെ തന്നെ നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ ട്രെയിനിൻ്റെ റേക്ക് ഷെയറിങ് പറയാം. നമ്മുടെ സന്ത്രകാച്ചിയിൽ നിന്ന് മംഗളൂരിലേക്കുള്ള വിവേക് എക്സ്പ്രസ്സും മറ്റൊന്ന് സന്ത്രകാച്ചിയിൽ നിന്ന് അജ്മീറിലേക്കുള്ള ഒരു എക്സ്പ്രസ്സും 2 ട്രെയിനായല്ല. ബാക്കിയുള്ളത് ഷാലിമാറിന്ന് ഭുജിലേക്കുള്ള എക്സ്പ്രസ്സും ഷാലിമാറിന്ന് തന്നെ ചെന്നൈയിലേക്കുള്ള മറ്റൊരു ട്രെയിനും. അതായത് 4 ട്രെയിനായിട്ടാണ് ഈ ഒരു ഇത് റേക്ക് ഷെയറിങ് നടത്തുന്നത്. ഇനിയിപ്പം നമുക്കിതിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിലോട്ട് കയറാം. ഇവിടെ ഇത് വന്ദേ ഭാരത് വഴി കടന്നു പോവുകയാണ്. ഇവിടെ ഈ ഒരു സ്ലീപ്പർ ക്ലാസ്സിലോട്ട് നമുക്കിനിയിപ്പോൾ കയറാം. റഷ് ഉണ്ട് ഇവിടെ. ഇവിടെ എങ്ങനെ ഇതിലൂടെ നടക്കും? ആൾക്കാരാണ്. വിവേക് എക്സ്പ്രസ് ഇല്ലേ, അതിൻ്റെ അത്രയൊന്നും റഷില്ല. പക്ഷെ എന്നാലും ഉണ്ട്. ഓരോ ബർത്തിലും 3-4 ആൾക്കാരൊക്കെ ഉണ്ട്. വിജയവാഡ വരെയൊക്കെ എന്തായാലും നല്ല തിരക്കുണ്ടാവും. വിവേക് എക്സ്പ്രസ്സിൽ ഇതിൻ്റെ ഡബിളായിരുന്നു ഉണ്ടായത്. ഇപ്പം അത്രയൊന്നും ഇല്ല തന്നെ പറയാം. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇനിയിപ്പോൾ AC കോച്ച്. പക്ഷെ ഇതിൻ്റെ ഈ സ്ലീപ്പർ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. AC എടുത്ത് പോകുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ ഫാമിലി എല്ലാം പോകുന്നുണ്ടല്ലോ ഇതില്. സ്ത്രീകളൊക്കെ ഉണ്ട്. തൊട്ടപ്പുറത്തിനിപ്പോ B8 കോച്ചായി. ആൾക്കാർ നിലത്തൊക്കെ ഇരിക്കുന്നുണ്ട്. ട്രെയിനിന്റെ ലോക്കോമോട്ടീവ് WP7 ആണ്. വിജയവാഡ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1 കിലോമീറ്ററും കൂടെ ഉള്ളൂ. കൊൽക്കത്തയിലെ സാന്ത്രകാച്ചിയിൽ നിന്നും 1223 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ ആന്ധ്രാപ്രദേശിലെ വിജയവാഡ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പതിനൊന്ന് മണിയായി.
1 നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വരുന്നത്. നല്ല തിരക്കുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന്. സൗത്ത് സെൻട്രൽ റെയിൽവേ സോണിൻ്റെ കീഴിലാണ് വിജയവാഡ റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത്. കൊൽക്കത്തയിൽ നിന്ന് തുടങ്ങിയ വിവേക് എക്സ്പ്രസിൻ്റെ 1ാമത്തെ ഭാഗം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ ഈ അടുത്ത കാലത്ത് യാത്ര ചെയ്ത ട്രെയിനുകളിൽ വളരെ മോശം ഒരു ട്രെയിൻ ഇത് തന്നെയാണ്. കോച്ചിൻ്റെ കാര്യം പിന്നെ എടുത്തു പറയുന്നില്ല. അതായത് നമ്മൾ യാത്ര ചെയ്ത ഈ B4 വളരെയധികം പഴക്കമുള്ള കോച്ചാണ്. നമുക്ക് പൈപ്പ് പോലും വർക്ക് ചെയ്യാത്തൊരവസ്ഥയാണ്. പിന്നെ നമ്മുടെ കമ്പിളിയിലെ കാര്യം പറഞ്ഞല്ലോ, പ്രോപ്പറായിട്ട് കമ്പിളി പോലും തരുന്നില്ല. നമ്മൾ ചോദിച്ച സമയത്ത് മാത്രമാണ് കിട്ടിയത്. അത് നമ്മൾ യാത്ര ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ചോദിച്ചു വാങ്ങിയത്. ഒരു പാസഞ്ചർ പോലും കിട്ടുന്നില്ല. വൃത്തിൻ്റെ കാര്യം, പിന്നെ ഇതിൽ യാത്ര ചെയ്യുന്ന പാസഞ്ചർ എന്ന് ഞാൻ മൊത്തം എന്താ പറയുക, അത് എടുത്ത് പറയുന്നില്ല. കാരണം നമ്മുടെ നാട്ടിലേക്ക് പണിക്കരാന്ന് കൂടുതൽ, വേറെ അല്ലാതെ 99% അവർ തന്നെയാണ്. ടോയ്ലറ്റെല്ലാം മൊത്തം മോശമായിട്ട് കിടക്കുകയാണ്. ഈ സെക്കൻഡ് ഏസിൻ്റെ ഭാഗത്തിന് പിന്നെയും കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ എന്താ പറയുക, ഈ ഒരു ഭാഗം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയിപ്പോൾ 2ാമത്തെ പാർട്ട് ഇവിടെ മുതൽ കാണാം. അപ്പം ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം നമുക്ക് മറ്റു വീഡിയോ മെമ്പേഴ്സിനോട് ബൈ.